നിത്യത തീർക്കുന്ന നിമിഷങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആയിരത്തി 1997 റെക്കോർഡ് ചെയ്ത കാരുണ്യം എന്ന ക്രിസ്ത്യൻ ഡിവോഷണൽ ആൽബത്തിലെ അന്തിച്ചോപ്പുള്ള ചക്രവാളത്തിൽ എന്ന പാട്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സണ്ണി സ്റ്റീഫനാണ്. ഒറിജിനൽ സൗണ്ട് ട്രാക്ക് പാടിയത് സഹോദരങ്ങളായ അലനും അലീനയുമാണ്. നമുക്ക് വേണ്ടി ഇന്നിവിടെ പാടിയിരിക്കുന്നതും സഹോദരങ്ങളായ ജെറിനും മെറിനുമാണ്. നമുക്ക് ഈ പാട്ടൊന്ന് കേട്ടു നോക്കാം. അന്തിച്ചോപ്പുള്ള ചക്രവാളത്തിൽ ഇന്ന് കർത്താവിൻ കൈവേല കണ്ടു. കുഞ്ഞിക്കാറ്റിൻ്റെ ആലിംഗനത്തിൽ എൻ്റെ കർത്താവിൻ കാരുണ്യം കണ്ടു. അല്ലിപ്പൂങ്കവിളിൽ കൊന്ന പൂങ്കുലയിൽ സ്നേഹമൂറുന്ന നിൻമുഖം കണ്ടു ഞാൻ ഈശോനാഥ. അന്തിച്ചോപ്പുള്ള ചക്രവാളത്തിൽ ഇന്ന് കർത്താവിൻ കൈവേല കണ്ടു. കുഞ്ഞിക്കാറ്റിൻ്റെ ആലിംഗനത്തിൽ എൻ്റെ കർത്താവിൻ കാരുണ്യം കണ്ടു. കുട്ടികളെ കൊണ്ട് വലിയ ദർശനങ്ങൾ പറയിപ്പിക്കുന്ന ബാലസാഹിത്യത്തിൻ്റെ രൂപത്തിലുള്ള ഈ മനോഹരമായ രചന തന്ന അച്ഛന് സ്വാഗതം. ഇങ്ങനെ ഒരു രചനയ്ക്ക് അച്ഛന് പ്രചോദനമായ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ അച്ഛൻ? ഈ ഗാനം ട്യൂണിലേക്ക് എഴുതിയ ഒരു ഗാനമാണ്. ഈ ഈണത്തിൻ്റെ സ്വഭാവം തന്നെ കുട്ടികൾ പാടേണ്ട ഒരു പാട്ടിൻ്റെ ധ്വനി തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാലസാഹിത്യത്തിൻ്റെ പ്രാധാന്യം ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ട് ഗാനത്തിലൂടെയും ആ ഒരു സങ്കേതം ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് പറ്റിയ ഒരു ചിത്രം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അങ്ങനെ ആ പാട്ട് വാർന്നു വീഴുകയായിരുന്നു. അന്തിച്ചോപ്പുള്ള ചക്രവാളത്തിൽ നിന്ന് എഴുതിയ അച്ഛനേക്ക് വരുമ്പോൾ ഈ കൊന്നപ്പൂവിലോട്ടാവൻ്റെ ഈ കൊന്നപ്പൂ സെലക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു കാരണം കാണണമല്ലോ അച്ഛൻ? സൃഷ്ടപ്രപഞ്ചത്തിലൂടെ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ റോമാലേഖനം 1-ാം അധ്യായത്തിൽ. സത്യത്തിൽ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടേണ്ടതുണ്ട്. ചുറ്റുപാടുകളിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക്, അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരത്തിൻ്റെ സവിശേഷതകളിലേക്കെല്ലാം നമ്മുടെ കണ്ണ് തുറക്കുകയും അവിടെയെല്ലാം ദൈവത്തിൻ്റെ ഇടപെടലും ദൈവത്തിൻ്റെ മുഖവും ദർശിക്കാൻ കുട്ടികളെ പരിശീലിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആദ്യമേ പറയുന്നത് അന്തിച്ചോപ്പുള്ള ചക്രവാളത്തിൽ. അവിടെ നാനാവർണ്ണങ്ങളാൽ ചിത്രം വരയ്ക്കുന്ന ദൈവത്തിൻ്റെ ഒരു അദൃശ്യ കരം അന്തിച്ചോപ്പുള്ള ചക്രവാളത്തിൽ കാണാൻ കഴിയണം. അതോടൊപ്പം തന്നെ കുഞ്ഞിക്കാറ്റിൻ്റെ ആലിംഗനത്തിൽ. അപ്പോൾ ഇളങ്കാറ്റടിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഒരു ആലിംഗനത്തിൻ്റെ സുഖം ഉണ്ട് എന്നത്, ആ ഒരു ദർശനം, ആ ഒരു കാഴ്ചപ്പാട് കുട്ടികൾ കിട്ടണം. അത് ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ആ മൃദുസ്പർശനാണത്. അതുപോലെ തന്നെ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ കുഞ്ഞിക്കാറ്റിൻ്റെ ആലിംഗനത്തിൽ, അതുപോലെ ഈ കൊന്ന പൂങ്കുലയിൽ എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് പ്രയോഗിച്ചിരിക്കുന്ന അല്ലിപ്പൂങ്കവളിൽ നിന്നാണ്. അപ്പോൾ സ്നേഹിക്കുന്ന മുഖങ്ങൾ കാണുമ്പോൾ, കവിളത്തെ പുഞ്ചിരി കാണുമ്പോൾ, നുണക്കുഴി കാണുമ്പോൾ അവിടെയെല്ലാം ദൈവത്തിൻ്റെ ഹൃദ്യമായ ഒരു സാന്നിധ്യത്തിൻ്റെ, സ്നേഹ സാന്നിധ്യത്തിൻ്റെ ഒരു സുഖം, ഒരു തിരിച്ചറിവുണ്ടാകണം. അതങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ വലിയൊരു ആഘോഷമാണ് വിഷു ആഘോഷം എന്ന് പറയുന്നത്. കാർഷിക പശ്ചാത്തലത്തിൽ വലിയ സ്ഥാനമുണ്ട്. അപ്പോൾ അവിടെ ഈ കൊന്ന പൂങ്കുല എന്ന് പറയുന്നത് മനോഹരമായൊരു കണിക്കാഴ്ചയാണ്. കണിവെള്ളിരിക്ക. അപ്പോൾ അത് ഐശ്വര്യം പകരുന്ന ഒരു സുഗതമായ കാഴ്ച. ആ സുഗതമായ കാഴ്ചയിലും ദൈവത്തിൻ്റെ മുഖം തന്നെ കാണാൻ പറ്റണം. മാത്രമല്ല വിഷു എപ്പോഴും ഈസ്റ്ററുമായിട്ട് അടുത്തടുത്താണ് വരുന്നത്.
അപ്പോൾ ഈ ഒരു പ്രയോഗത്തിലൂടെ വിഷു ആഘോഷങ്ങൾ, അതോടൊപ്പം തന്നെ ഈസ്റ്ററിനെ കുറിച്ചുള്ള ചിന്തകൾ, നമ്മുടെ സാംസ്കാരികമായ പല കാര്യങ്ങളും ഈ ഈ ഒരു ബിംബത്തിലൂടെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാനത് ഉപയോഗിച്ചത്. കൃഷിക്കാരെ സംബന്ധിച്ച് അവരുടെ വർഷാരംഭമാണ് ഈ വിഷു എന്ന് പറയുന്നത്. അതെ. അപ്പോൾ അത് നല്ലൊരു തുടക്കം, ഐശ്വര്യപൂർണമായൊരു കാഴ്ച കണ്ട് ഒരു തുടക്കം കുറിക്കുക. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വാക്ക് ഏത് പൂവിനെക്കുറിച്ച്, ഏത് പൊങ്കലെക്കുറിച്ച് നമുക്ക് പറയാം. പക്ഷേ കൊന്നപ്പൂവിന് അത്ര വലിയൊരു പ്രാധാന്യം നമ്മുടെ സംസ്കാരത്തിലും ചുറ്റുപാടുകളിലും ഉള്ളതുകൊണ്ട് അതിനെയും കൂടെ ചേർത്ത് വെക്കുകയായിരുന്നു. ഇതിനകത്ത് ഇതിൻ്റെ സംഗീത സംവിധായകനും കാലത്തിനനുസരിച്ചുള്ള ഒരു ട്രെൻഡ് മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം നമ്മുടെ സംഗീത രംഗത്ത് ഈ ഒരു വലിയ ട്രെൻഡ് ഫോക്ക് സോങ്സിൻ്റെ ചേർത്തയാളാണ് ഇളയരാജ. ഇളയരാജയുടെ ഒരു പ്രസൻസ് നമുക്ക് ഈ പാട്ടിൽ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പിള്ളേർക്ക് കൂടി പാടാനുള്ള തമാശയും അതിനോട് കാര്യം പറയുന്ന രീതിയും ട്യൂണിങ്ങിലും നന്നായിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ആ ട്യൂൺ കിട്ടിയപ്പോൾ അതിനിണങ്ങുന്ന വരികൾ വന്നപ്പോൾ അത് ഇങ്ങനെയായി തീർന്നു. അതിന് ഞാൻ അങ്ങനെ ചെയ്യണമെന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. നമുക്കിതിൻ്റെ അനുപല്ലവി ഒന്ന് കാട്ടി നോക്കാം. ചുവപ്പുള്ള ചക്രവാളത്തിൽ ഇന്ന് കർത്താവിൻ കൈവേല കണ്ടു. കുഞ്ഞിക്കാറ്റിന്റെ ആലിംഗനത്തിൽ എന്റെ കർത്താവിൻ കാരുണ്യം കണ്ടു. അല്ലിപ്പൂങ്കവിളി കൊന്ന പൂങ്കുലയിൽ സ്നേഹമൂറുന്ന നിൻമുഖം കണ്ടു ഞാൻ ഈശോനാഥ. അന്തിച്ചൊപ്പുള്ള ചക്രവാളത്തിൽ ഇന്ന് കർത്താവിൻ കൈവേല കണ്ടു. അനുപല്ലവിയിലേക്ക് വരുമ്പോൾ നമ്മളൊരു പ്രോഗ്രഷൻ അവിടെ കാണുകയാണ്. അതായത് പ്രകൃതിക്കപ്പുറം വ്യക്തിബന്ധങ്ങൾ, അതിലാദ്യമേ അമ്മയുമായിട്ടുള്ള ബന്ധത്തെ തുടങ്ങി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അമ്മയുടെ വാത്സല്യമാണ് അതിനകത്ത്. അച്ഛനെയും ഉൾപ്പെടുത്തുന്നുണ്ട്, ആ പേര് പറഞ്ഞില്ലെങ്കിലും. അപ്പോൾ മാതാപിതാക്കന്മാരുടെ വാത്സല്യത്തിലൂടെ ഒരു കുഞ്ഞനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ വാത്സല്യം തന്നെയാണ്. കാരണം ദൈവം നിയോഗിച്ചതാണ് മാതാപിതാക്കന്മാരെ ദൈവനാമത്തിൽ അവരെ ജനിപ്പിക്കാനും വാത്സല്യവും സ്നേഹവും ശുശ്രൂഷയും കൊടുത്ത് വളർത്താനും ഒക്കെ ദൈവം നിയോഗിച്ചതുകൊണ്ട് ദൈവം അവരിലൂടെ തൻ്റെ വാത്സല്യമാണ് കൊടുക്കുന്നത്. അത് കുഞ്ഞുങ്ങളത് തിരിച്ചറിയണം. അതുകൊണ്ട് അമ്മ തന്ന വാത്സല്യം ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹവാത്സല്യം തന്നെയാണ്. അതുപോലെ തന്നെ ചൊല്ലിത്തന്ന പാഠങ്ങൾ ദൈവം പഠിപ്പിക്കുന്നത് മാതാപിതാക്കന്മാരിലൂടെ, ഗുരുഭൂതന്മാരിലൂടെ, ആചാര്യന്മാരിലൂടെ, തൻ്റെ വചനത്തിലൂടെയൊക്കെ ആണല്ലോ. അപ്പോൾ അതെല്ലാം തിരിച്ചറിയണം. ദൈവം നമ്മോട് സംസാരിക്കുന്നു, മാതാപിതാക്കന്മാരോട് സംസാരിക്കുന്നു, ഞാനീ പറഞ്ഞ പോലെ ഗുരുഭൂതന്മാരിലൂടെയൊക്കെ സംസാരിക്കുകയാണ്. അതെല്ലാം ദൈവത്തിൻ്റെ വാക്കുകളായിട്ട് തന്നെ സ്വീകരിക്കാൻ അവരെ പ്രേരിപ്പിക്കുക. അതിനകത്തെ ഉപദേശങ്ങളും അതിനകത്തെ സത്യങ്ങളുമൊക്കെ അവർ ഉൾക്കൊള്ളണം. അതുകൊണ്ടാണ് അമ്മ തന്ന വാത്സല്യം, നിൻ്റെ സ്നേഹലാളനയായി, ചൊല്ലിത്തന്ന പാഠങ്ങൾ, നിൻ്റെ രൂപസൗന്ദര്യമായി എന്ന് പറയുന്നത്. ഈ ബാലസാഹിത്യ വായനയെ പറ്റി നമ്മളിതിനു മുമ്പ് ഒരു എപ്പിസോഡിൽ സംസാരിച്ചിട്ടുണ്ട്. ബാലരമയും ബാലമംഗളവും ഒക്കെ വായിക്കുന്ന ആ രീതികൾ. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ സുഖം അനുഭവിക്കുന്നത് നമ്മളാണ്. കാരണം അതിനൊരു നൊസ്റ്റൾജിക്കൽ ഫീലിംഗ് ഉണ്ട്. കുട്ടികളെക്കാൾ കൂടുതൽ നമ്മൾ പുറകോട്ട് പോയി നമ്മുടെ അമ്മയും നമ്മുടെ അച്ഛനും നമ്മുടെ ആദ്യത്തെ ഗുരുഭൂതന്മാരും ഒക്കെ നമുക്ക് തന്ന വാത്സല്യവും ഗൈഡൻസും ഒക്കെ ഓർക്കാൻ കുട്ടികൾ ഈ പാട്ട് പാടുമ്പോൾ കുട്ടികൾക്കുണ്ടാവുന്നതിൻ്റെ 4 ഇരട്ടി ഫീലിംഗ് നമുക്കുണ്ടാവുന്നുണ്ട്. അച്ഛനോട് യോജിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് ഈ പാട്ട് കേൾക്കുമ്പോൾ പോലും എനിക്ക് എൻ്റെ അനുഭവത്തിലേക്ക് മടങ്ങി പോകാതിരിക്കാൻ പറ്റാത്ത രീതിയിൽ അത് എന്നെ ഉണർത്തുന്നുണ്ട്. എനിക്കും അതെ. കാരണം ഈ വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ചെറിയ വയസ്സിലാണ്. നമ്മൾ തിരിച്ചറിയുന്നത് വലിയ വയസ്സിലാണെന്ന് മാത്രമേ ഉള്ളൂ.
അത് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് അന്ന് തന്ന സ്നേഹവും അന്ന് തന്ന വാത്സല്യമൊക്കെ അത് അന്ന് ഈശ്വരനായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ മുമ്പിൽ ഈശ്വരൻ അമ്മയും അച്ഛനും അല്ലേ. ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നു അവരെ നിയോഗിച്ചതാണെന്നൊക്കെ. ഇതിൻ്റെ പാട്ട് ട്യൂണിലോട്ട് എഴുതിയപ്പോൾ ഈ ലിറിക്സ് മുഴുവനായിട്ട് മെർജ് ചെയ്യുമെന്ന് അച്ഛന് തോന്നിയിരുന്നു ഒന്നും? ഈ ട്യൂണിൻ്റെ സ്വഭാവം അനുസരിച്ച് ഇങ്ങനെ ഒരു പ്രമേയം ഇതിനകത്ത് ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. പിന്നെ എഴുതി വന്നപ്പോൾ നമ്മുടെ തന്നെ അനുഭവങ്ങൾ പിൻബലമായിട്ട് വരികയല്ലേ. അപ്പോൾ ഒന്നിന് പുറകെ ഒന്നായിട്ടത് മുന്നോട്ട് അത് വ്യാപിച്ച് സംക്രമിച്ച് പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു പ്രത്യേക കാര്യം, ബോധപൂർവം തന്നെ നമ്മൾ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ചിലത് സ്വാഭാവികമായിട്ടും അറിയാതെ എഴുതുമ്പോൾ വന്ന് വീഴുന്നതുണ്ട്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതായിട്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എഴുതുന്നതല്ല കവിത, എഴുതുന്നതാണ്. നമ്മൾ റെക്കോണ് എഴുന്നു വരുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ളൊരു പരിണാമത്തിൽ അങ്ങനെ സംഭവിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ചിലത് നമ്മൾ ബോധപൂർവ്വം ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബോധപൂർവ്വം ഉൾപ്പെടുത്തിയ ഒരു കാര്യമാണ് എല്ലാവരും ഒന്നിച്ച് വളർന്നു. അങ്ങനെ ആ കുഞ്ഞുങ്ങൾ ഒന്നിച്ച് വളരുമ്പോൾ അവരുടെ ആ വളർച്ചയുടെ ഒരു ഘട്ടമുണ്ട്. അപ്പോൾ ഒരു ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കുള്ള ആ വളർച്ച, ഒരു പ്രോഗ്രഷൻ. അതെ, ആ വളർച്ചയെ കൂടെ നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആ വളർച്ചയിൽ സ്നേഹപ്പറവകൾ മനസ്സിൽ പാറി നടന്നു എന്നൊരു പ്രയോഗമുണ്ട്. ഈ സ്നേഹപ്പറവകൾ മനസ്സിൽ പാറി നടന്നെന്ന് പറയുമ്പോൾ പ്രണയത്തിൻ്റെ അങ്കുരമൊക്കെ അന്നുണ്ടാവുന്നു. അപ്പോൾ ആ സാഹചര്യങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയോടുകൂടി നിന്നെന്നാണ് പറയുന്നത്. അല്ലാതെ ഒരു നാച്ചുറലായിട്ടുള്ള അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു വാസനയെ അങ്ങോട്ട് കയറൂരി വിടുകയല്ല ചെയ്തത്. അവിടെയൊക്കെ പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൻ്റെ ഒരു ഓരോ മനസ്സിലേക്കും തരുന്ന നല്ല ചിന്തകളെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന, ഉചിതമായത് മാത്രം ചെയ്ത് മുന്നോട്ട് പോകുന്ന സ്നേഹബന്ധങ്ങളെ വളർത്തുന്ന, പരിപോഷിപ്പിക്കുന്ന ആ ഒരു കാര്യം അതൊരു ഉപദേശ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്, പറഞ്ഞ കാര്യങ്ങളാണ്. അതൊക്കെ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. നമ്മുടെ ഈ വിശദീകരണത്തിൽ കൂടി അത് മനസ്സിലാവുള്ളൂ. കാരണം ഒരു ട്രാൻസിഷൻ പീരീഡ് ആണല്ലോ കുട്ടികൾക്ക് ആ സമയത്ത്. മനസ്സിലായില്ലെങ്കിൽ പോലും ചില കാര്യങ്ങൾ ഒരു സംസ്കാരമായിട്ട് ഉള്ളിലേക്ക് സന്നിവേശിക്കും. അതാണ് ഈ കവിതയുടെയൊക്കെ ഒരു ഗുണം. ബോധമനസ്സിൽ കയറിയില്ലെങ്കിലും ഉപബോധ മനസ്സിൽ അത് കയറിക്കൂടും. അപ്പോൾ അത് പിന്നീട് അവിടെ കിടന്ന് പ്രവർത്തിക്കും. അങ്ങനെയുള്ള നല്ല വശങ്ങളൊക്കെ ഉണ്ട്. ഈ കവിതയ്ക്കൊരു പ്രത്യേകതയാണ്. നമുക്ക് ഇവൻ്റെ ചരണമൊന്ന് കേട്ടു നോക്കാം. നല്ല സ്നേഹബന്ധങ്ങൾ പുണ്യപരിലാളനയാൽ മുന്നിൽ കണ്ട സാക്ഷ്യങ്ങൾ നിന്റെ രൂപസൗന്ദര്യമായി. നല്ല സ്നേഹബന്ധങ്ങൾ പുണ്യപരിലാളനയാൽ മുന്നിൽ കണ്ട സാക്ഷ്യങ്ങൾ നിന്റെ രൂപസൗന്ദര്യമായി. കൂടെ പഠിച്ചവരൊത്തു കളിച്ചു സൗഹൃദം പങ്കിട്ടു വഴിയെ ഏറെക്കുറവുകൾ തമ്മിലറിഞ്ഞു പ്രാർത്ഥന ചോദിച്ചു. ശക്തിയേകുന്ന നിൻ കരം കണ്ടു ഞാൻ ഈശോനാഥ. അന്തിച്ചുപ്പുള്ള ചക്രവാളത്തിൽ ഇന്ന് കർത്താവിൻ കൈവേല കണ്ടു. കുഞ്ഞിക്കാറ്റിന്റെ ആലിംഗനത്തിൽ എന്റെ കർത്താവിൻ കാരുണ്യം കണ്ടു. അല്ലിപ്പൂങ്കവിളിൽ കൊന്ന പൂങ്കുലയിൽ സ്നേഹമൂറുന്ന നിൻമുഖം കണ്ടു ഞാൻ ഈശോനാഥ. അന്തിച്ചുപ്പുള്ള ചക്രവാളത്തിൽ ഇന്ന് കർത്താവിൻ കൈവേല കണ്ടു. കുഞ്ഞിക്കാറ്റിന്റെ ആലിംഗനത്തിൽ എന്റെ കർത്താവിൻ കാരുണ്യം കണ്ടു. ഈ ഭാഗത്ത് ചരണത്തിൽ നമ്മൾ വളരെ പ്രത്യേകമായി എടുത്തു പറയുന്നത് നല്ല സ്നേഹബന്ധങ്ങളെക്കുറിച്ചാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നല്ല സ്നേഹബന്ധങ്ങളെ പരിരക്ഷിക്കണം, വളർത്തണം. ചീത്തയായ സ്നേഹബന്ധങ്ങൾ കടന്നു വരാതെ സൂക്ഷിക്കുകയും വേണം. അപ്പോൾ അതൊക്കെ എൻ്റെ ജീവിതത്തിലെ ചില ഓർമ്മകൾ എനിക്കുണ്ട്. കാരണം ഞാൻ ഈ 10ാം ക്ലാസ് പാസ്സാകുന്ന ആ കാലം വരെ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ
സ്കൂളിൻ്റെ ചില പശ്ചാത്തലങ്ങളിലൊക്കെ മോശമായ സ്നേഹബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിലേക്കൊന്നും എത്തി നോക്കാൻ പോലും ഇടയാകാത്ത രീതിയിൽ, അല്ലെങ്കിൽ അതിനെയൊക്കെ തിരിച്ചറിയാനുള്ളൊരു വിവേകം അന്നേ ദൈവം തന്നതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അശ്ലീല വാക്കുകൾ പോലും കേൾക്കാതെ വളർന്ന ഒരു പശ്ചാത്തലം എനിക്കുണ്ട്. അത് എന്നെ ഏറെ സഹായിച്ചു പിന്നീടുള്ള എൻ്റെ ജീവിതത്തിൽ. എന്ന് പറഞ്ഞ പോലെ കുട്ടികളത് സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത കുട്ടികൾക്കുണ്ട്, അതിനെ തിരിച്ചറിയാനും അതിൻ്റെ അപകടം മനസ്സിലാക്കി മാറിപ്പോകാനും ഒക്കെയുള്ള. അപ്പോൾ ആ നല്ല സ്നേഹബന്ധങ്ങൾ ഒരു ദൈവത്തിൻ്റെ പരിലാളനയായിട്ട് നമുക്ക് ലഭിക്കും. ചീത്തയായ സ്നേഹബന്ധങ്ങളിലേക്ക് പോയാൽ അത് നമ്മളെ നാശത്തിലേക്ക് സ്വാധീനിക്കുകയും അങ്ങനെ നശിപ്പിക്കുകയും ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഞാനിന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി പോയിരുന്നെന്ന് സംശയിക്കുന്നവരുടെയൊക്കെ ഭാവിയിലേക്ക് ഞാൻ നോക്കുമ്പോൾ അവരൊക്കെ എത്രയോ അധപ്പതിച്ചു പോയി എന്നുള്ളത് എനിക്കിന്ന് ഈ പ്രായത്തിൻ്റെ ഈ വിവേകം കൊണ്ട് നോക്കുമ്പോൾ അത് വളരെ ഒരു വലിയ പാഠമായിട്ട് പറയാൻ തോന്നുന്നുണ്ട്. ഐശ്വര്യത്തിലേക്കൊന്നും വരാതെ പകുതി വഴിക്കൊക്കെ ജീവിതം തന്നെ അപൂർണമായി അസ്തമിച്ചു പോകുന്നവർ പോലും ആ കൂട്ടത്തിൽ പലരും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്കതൊരു പാഠമായിട്ട് എനിക്ക് തോന്നി. ചെറുപ്പത്തിൽ നമുക്ക് കൊടുക്കുന്ന ഈ നമ്മുടെ മാതാപിതാക്കൾ തരുന്ന നല്ല കമൻസ് നമ്മുടെ ജീവിതത്തിലുടനീളം അത് നിലനിൽക്കും. എനിക്കൊരു അനുഭവം ഉണ്ട് അച്ഛാ. ഞാൻ ചെറുപ്പത്തിൽ ഈ നാടകത്തിനൊക്കെ അഭിനയിക്കാനൊക്കെ ഇങ്ങനെ സ്കൂളിൽ പോകുന്ന കാലത്ത് ഈ സിമിട്രിയുടെ അടുത്തോടെ നടന്നു വരുന്നത്. അപ്പോൾ കൂട്ടുകാരെന്നെ പറഞ്ഞ് പേടിപ്പിക്കും, അവിടെ ചെറുത്താനുണ്ടെന്നൊക്കെ പറഞ്ഞു പോകും. അപ്പോൾ വീട്ടിൽ വന്ന് ഞാനിത് പറഞ്ഞപ്പോൾ എൻ്റെ അപ്പം പറഞ്ഞ കാര്യമാണ്, ഇവിടെ ചെയ്ത്താനൊന്നുമില്ല, അവിടെ നമ്മുടെ വല്യപ്പനും വല്യമ്മയൊക്കെ അവിടെ കിടക്കുമല്ലേ, നീ എന്തിനാ പേടിക്കണമെന്ന് ചോദിച്ചു. ആ കമൻറ്റ് ഇന്നും എൻ്റെ നിലനിൽക്കുക. എനിക്ക് ഭയമില്ലാത്ത ഒരു രീതിയിലേക്ക് മാറ്റി. അങ്ങനെ ഓരോ നല്ല ഉപദേശങ്ങളും നമുക്ക് അന്ന് കിട്ടുന്നത്. തീർച്ചയായിട്ടും ഉപദേശങ്ങളെക്കാൾ വലുതാണ് നല്ല സാക്ഷ്യങ്ങൾ. ഈ സാക്ഷ്യങ്ങൾക്ക് ദൈവത്തിൻ്റെ രൂപസൗന്ദര്യത്തെയാണ് നല്ല സാക്ഷ്യങ്ങൾ നമുക്ക് തരുന്നത്. ഒരു മനുഷ്യനെ ഏറ്റവും അധികം ആകർഷിക്കുന്നത് വാസ്തവത്തിലെ സാക്ഷ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാധീനിക്കുന്ന സാക്ഷ്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് മുതിർന്നവരുടെ സാക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാകുമ്പോൾ അതിന് തക്ക രീതിയിൽ നമ്മൾ അങ്ങനെയുള്ളവരുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്കത് വലിയൊരു ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ആ സന്തോഷം തരുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ മുഖം കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ. അത് അങ്ങനെയുള്ള ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ്. ശരിക്കും നമുക്ക് എന്തെല്ലാം ഉപദേശം കിട്ടിയാലും ഒരു സാക്ഷ്യത്തിൻ്റെ വില ഒന്നിനും ആകുന്നില്ലല്ലോ. ആകില്ല. ഉപദേശത്തിനൊരിക്കലും സാക്ഷ്യത്തിൻ്റെ വില തരാൻ പറ്റില്ല. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ചെറുപ്പത്തിൽ നമുക്കൊക്കെ സാക്ഷ്യങ്ങളാണല്ലോ മുഴുവൻ കാണുന്നത്. നമ്മുടെ അപ്പനും അമ്മയും ജീവിച്ചത്, കൂട്ടുകാർ ജീവിച്ചത്, അധ്യാപകർ പറഞ്ഞത് എല്ലാം സാക്ഷ്യങ്ങളാണല്ലോ. എനിക്കിപ്പോൾ പെട്ടെന്ന് ഒരു സാക്ഷ്യം ഞാൻ ഓർക്കുകയാണേ. എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ഞാൻ ചെറുപ്പകാലത്ത് പോയി 1-2 ദിവസം നിന്നപ്പോൾ അവിടെ പതിവായിട്ട് അടുക്കളയിൽ ജോലി ചെയ്യാൻ വരുന്ന ഒരു സ്റ്റാഫ് നേരത്തെ പകൽ സമയത്ത് ഒരു തേങ്ങ അവരുടെ അടുത്തോണ്ട് ഒളിച്ചു വെച്ചു. എന്നിട്ട് പോകാൻ നേരത്തെ ആരും കാണാതെ ആ തേങ്ങ എടുത്തുകൊണ്ട് പോകുന്നത് അത് ഞാൻ കണ്ടു. പിറ്റേ ദിവസം ഇത് തന്നെ സംഭവിക്കുമെന്ന് വിചാരിച്ച് ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ സംഭവിച്ചു. അപ്പോൾ പോകാൻ നേരത്ത് ഞാൻ എൻ്റെ അങ്കിളിനോട് പറഞ്ഞു, ഇതാ ഇങ്ങനെയൊരു സംഭവം നടക്കാൻ പോവാ, അങ്കിള് ഇവിടെ പാത്തിരുന്നാൽ പിടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്കിൾ എന്നോട് പറഞ്ഞാണെന്നറിയോ, അവർക്ക് ഇല്ലാഞ്ഞിട്ടല്ലേ മോനെ, ഒരു തേങ്ങ പോയതുകൊണ്ട് നമുക്ക് ഒന്നും വരാനില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നേരിട്ടത് കൊടുത്താൽ അവർ അഭിമാനബോധം കൊണ്ട് ദുരഭിമാനം കൊണ്ട് സ്വീകരിക്കില്ല. എനിക്ക് പണ്ടേ ഇത് അറിയാവുന്നതാണ്. അതുകൊണ്ട് അവരത് കൊണ്ടുപോട്ടെ. ആ സമയത്ത് നമ്മൾ മാറി നിൽക്കണം. അവരത് കൊണ്ടുപോട്ടെ. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ നമ്മളൊന്ന് മാറി നിൽക്കണം. ഇപ്പോഴും ഞാനത് ഓർത്ത് പറയുന്നത് എന്തുകൊണ്ടാണ്, പിന്നീട് എൻ്റെ ധ്യാന ചിന്തകളിൽ ഞാൻ ഏറ്റവും അധികം സ്ട്രെസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ബോധ്യമായിട്ടുള്ളൊരു കാര്യം ഒരു സാക്ഷ്യമായിട്ട് അന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, കിട്ടി എന്നുള്ളതാണ്. നമുക്ക് ഈ പാട്ട് മുഴുവനായിട്ടൊന്ന് കേട്ട് നോക്കാം. ചുവപ്പുള്ള ചക്രവാളത്തിൽ ഇന്ന് കർത്താവിൻ കൈവേല കണ്ടു.
കുഞ്ഞിക്കാട്ടിൻ്റെ ആലിംഗനത്തിൽ എൻ്റെ കർത്താവിൻ കാരുണ്യം കണ്ടു. അല്ലിപ്പൂങ്കവിളിൽ കൊന്ന പൂങ്കുലയിൽ സ്നേഹമൂറുന്ന നിൻമുഖം കണ്ടു ഞാൻ ഈശോനാഥ. അന്തിച്ചോപ്പുള്ള ചക്രവാളത്തിൽ ഇന്ന് കർത്താവിൻ കൈവേല കണ്ടു. കുഞ്ഞിക്കാട്ടിൻ്റെ ആലിംഗനത്തിൽ എൻ്റെ കർത്താവിൻ കാരുണ്യം കണ്ടു. ചുവപ്പുള്ള ചക്രവാളത്തിൽ ഇന്ന് കർത്താവിൻ കൈവേല കണ്ടു. കുഞ്ഞിക്കാറ്റിന്റെ ആലിംഗനത്തിൽ എൻ്റെ കർത്താവിൻ കാരുണ്യം കണ്ടു. അല്ലിപ്പൂങ്കവിളി കൊന്ന പൂങ്കുലയിൽ സ്നേഹമൂറുന്ന നിൻമുഖം കണ്ടു ഞാൻ ഈശോനാഥ. അന്തിച്ചൊപ്പുള്ള ചക്രവാളത്തിൽ ഇന്ന് കർത്താവിൻ കൈവേല കണ്ടു. നല്ല സ്നേഹബന്ധങ്ങൾ പുണ്യപരിലാളനയായി മുന്നിൽ കണ്ട സാക്ഷ്യങ്ങൾ നിന്റെ രൂപസൗന്ദര്യമായി. നല്ല സ്നേഹബന്ധങ്ങൾ പുണ്യപരിലാളനയായി മുന്നിൽ കണ്ട സാക്ഷ്യങ്ങൾ നിന്റെ രൂപസൗന്ദര്യമായി. കൂടെ പഠിച്ചവരൊത്തു കളിച്ചു സൗഹൃദം പങ്കിട്ടു അന്തിച്ചൊപ്പുള്ള ചക്രവാളത്തിൽ ഇന്ന് കർത്താവിൻ കൈവേല കണ്ടു. കുഞ്ഞിക്കാറ്റിന്റെ ആലിംഗനത്തിൽ എൻ്റെ കർത്താവിൻ കാരുണ്യം കണ്ടു. അല്ലിപ്പൂങ്കവിളിൽ കൊന്ന പൂങ്കുലയിൽ സ്നേഹമൂറുന്ന നിൻമുഖം കണ്ടു ഞാൻ ഈശോനാഥ. അന്തിച്ചൊപ്പുള്ള ചക്രവാളത്തിൽ ഇന്ന് കർത്താവിൻ കൈവേല കണ്ടു. കുഞ്ഞിക്കാറ്റിന്റെ ആലിംഗനത്തിൽ എൻ്റെ കർത്താവിൻ കാരുണ്യം കണ്ടു. നമ്മൾ ഈ രചനയുടെ സവിശേഷതയെ പറ്റി പറഞ്ഞു, അതിന് കൊടുത്ത സംഗീതത്തിൻ്റെ ഒരു ട്രെൻഡ് അനുസരിച്ചുള്ള ചേഞ്ചിനെ പറ്റി പറഞ്ഞു. പറയാതെ പോയൊരു കാര്യമുണ്ട് വെച്ചാൽ, നമുക്കിന്ന് ഇത് വോയിസ് റെൻഡർ ചെയ്ത രണ്ട് കുരുന്നുകൾ വളരെ ഭംഗിയായിട്ട് ആലാപനവും അവരുടെ ചിരിയും നിഷ്കളങ്കതയെല്ലാം നന്നായിരിക്കുന്നു. അവർക്കൊരു ട്രിബ്യൂട്ട് പ്രത്യേകമായിട്ട് നമുക്ക് പറയാം. എന്താണെങ്കിലും ഈ ബാലസാഹിത്യത്തിൽ കൂടി നമ്മുടെ ക്രിസ്ത്യൻ ദർശനങ്ങൾക്ക് ഇത്രയും വലിയ ഒരു മാനമുണ്ടാക്കി തന്ന അച്ഛൻ്റെ രചനയ്ക്ക് ഞങ്ങൾ അങ്ങേയറ്റം നന്ദി പറയുന്നു. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയത്ത് വീണ്ടും കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി.
അന്തിച്ചൊപ്പുള്ള ചക്രവാളത്തിൽ ഇന്ന് കർത്താവിൻ കൈവേല കണ്ടു. കുഞ്ഞിക്കാറ്റിൻ്റെ ആലിംഗനത്തിൽ എൻ്റെ കർത്താവിൻ കാരുണ്യം കണ്ടു. അല്ലിപ്പൂങ്കവിളിൽ കൊന്ന പൂങ്കുലയിൽ സ്നേഹമൂറുന്ന നിൻമുഖം കണ്ടു ഞാൻ ഈശോനാഥ. അന്തിച്ചൊപ്പുള്ള ചക്രവാളത്തിൽ ഇന്ന് കർത്താവിൻ കൈവേല കണ്ടു. കുഞ്ഞിക്കാറ്റിൻ്റെ ആലിംഗനത്തിൽ എൻ്റെ കർത്താവിൻ കാരുണ്യം